വർഷങ്ങൾക്ക് ശേഷം എന്ന വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന പ്രണവ് മോഹൻലാൽ ചിത്രം നമുക്ക് മുന്നിലേക്ക് ഉടനെ എത്താൻ പോവുകയാണ്. ഈ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി വിനീത് ശ്രീനിവാസൻ നിരവധി മീഡിയകൾക്ക് ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് പ്രണവ് മോഹൻലാലിനെ കുറിച്ചുമുള്ള രസകരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വിനീത് ശ്രീനിവാസൻ എത്തിയിരിക്കുന്നതും. കാരണം വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ പാട്ടും ടീസറും ട്രെയിലറും ഒക്കെ ഇറങ്ങിയപ്പോൾ പല കോണുകളിൽ നിന്നും പ്രണവ് മോഹൻലാലിന്റെ ഏറ്റവും വലിയ സിമിലാരിറ്റിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ട്. അതുമായി കണക്ട് ചെയ്തുകൊണ്ടായിരുന്നു വിനീത് ശ്രീനിവാസന്റെ വാക്കുകൾ. ഹൃദയത്തിന് ശേഷം വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ റിലീസിനൊരുങ്ങുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം. ചിത്രത്തിൽ പ്രണവ് മോഹൻലാലാണ് നായകനായി എത്തുന്നത്. ഈയിടെ പുറത്തുവന്ന ചിത്രത്തിന്റെ ടീസർ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് പ്രണവ് മോഹൻലാൽ തന്നെയായിരുന്നു. ടീസറിൽ താരം എത്തുന്നത് വ്യത്യസ്തമായ ഒരു ഗെറ്റപ്പിലായിരുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന പ്രണവിന്റെ ലുക്കായിരുന്നില്ല ഇതിൽ. ടീസറിന് ശേഷം വിന്റേജ് ലുക്കിൽ വന്ന പ്രണവിനെ ആരാധകർ മോഹൻലാലുമായി താരതമ്യം ചെയ്തിരുന്നു. പ്രണവിന്റെ സംസാരവും ഭാവവും ചില സീനുകളും പഴയ മോഹൻലാലിനെ ഓർമ്മിപ്പിക്കുന്നതാണ് എന്നായിരുന്നു സോഷ്യൽ മീഡിയ പറഞ്ഞത്. പ്രണവിന്റെ ഡയലോഗിനിടയിലെ മോനെ എന്ന വിളിയിൽ പോലും മോഹൻലാലിനോട് സാമ്യതയുണ്ടെന്ന് ആരാധകർ അന്ന് പറഞ്ഞിരുന്നു. ആ സാമ്യത ബോധപൂർവം സംഭവിച്ചതാണോ എന്ന ചോദ്യത്തിന് മറുപടി പറയുകയാണ് വിനീത് ശ്രീനിവാസൻ. ഒരു അഭിമുഖത്തിലായിരുന്നു വിനീത് ഇതിനെക്കുറിച്ച് സംസാരിച്ചതും. ചിത്രത്തിൽ ഒരു പാട്ടിനിടയിൽ പ്രണവ് മീശ പിരിക്കുന്നത് ബോധപൂർവം സംഭവിച്ചതാണ് എന്ന് വിനീത് പറഞ്ഞു. ബോധപൂർവം സംഭവിച്ചതാണോ എന്ന് ചോദിച്ചാൽ അപ്പോൾ മീശ പിരിക്കുന്നത് അവൻ അങ്ങനെ ചെയ്യുന്നത് കാണാനുള്ള നമ്മുടെ ആഗ്രഹം കൊണ്ട് ചോദിച്ചപ്പോൾ പിരിച്ചു കാണിച്ചതാണ്. ബോധപൂർവമുള്ളത് അത്രയൊക്കെ ഉള്ളൂ. അപ്പുവിന്റെ അങ്കിളായ മോഹൻ ചേട്ടൻ ഒരിക്കൽ വീട്ടിൽ വന്നു. അപ്പോൾ ഞാൻ സിനിമയുടെ ടീസർ കട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. അന്ന് ഞാൻ ചേട്ടന് ടീസർ കാണിച്ചു കൊടുത്തു. അദ്ദേഹം ടീസർ കണ്ടിട്ട് ആദ്യം പറഞ്ഞത് ഇതുവൻ നമ്മുടെ ഇടയിൽ നിന്നിട്ട് ചെയ്യുന്നത് പോലെ ഉണ്ടല്ലോ എന്നാണ്. അവർ ലാലങ്ങളുമായല്ല അതിനെ താരതമ്യപ്പെടുത്തുന്നത്. അവർക്ക് നേരിട്ട് അപ്പുവിനെ അറിയാവുന്നതാണ്. ഞങ്ങൾ ഹൃദയത്തിൽ പുതിയൊരു ലോകം എന്നൊരു പാട്ട് ഷൂട്ട് ചെയ്തിരുന്നു. അന്ന് 10-15 ആളുകൾ പോയിട്ടാണ് ഷൂട്ട് ചെയ്തത്. അതിന്റെ ഷൂട്ട് തീരാറായ സമയത്ത് അപ്പുവിനെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടി. അപ്പോൾ അവൻ നമ്മുടെ അടുത്ത് നിൽക്കുമ്പോൾ ഉള്ള ബിഹേവിയർ കണ്ടപ്പോൾ അങ്ങനെ സിനിമയിൽ വന്നാൽ നന്നാകുമെന്ന് തോന്നി. അന്ന് അപ്പുവിൽ ലാലങ്ങളുടെ സിമിലാരിറ്റി തോന്നിയിരുന്നു. സത്യത്തിൽ അപ്പുവിന്റെ മറ്റൊരു സൈഡാണ് അത്. അവൻ കുറെ കാര്യങ്ങളിൽ ലാലങ്കലിനെ പോലെ തന്നെയാണ് വിനീത് ശ്രീനിവാസൻ പറഞ്ഞു. ഒരിടത്ത് പ്രണവിനെ കുറിച്ച് നിരവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വിനീത് ശ്രീനിവാസൻ എത്തിയപ്പോൾ മറ്റൊരിടത്ത് സാക്ഷാൽ മോഹൻലാൽ തന്നെ എത്തിയിരിക്കുകയാണ്. ഇന്ന് മോഹൻലാലിന്റെ മകൾ വിസ്മയുടെ പിറന്നാളാണ്. മകൾ വിസ്മയ്ക്ക് പിറന്നാൾ ആശംസകളും നൽകിക്കൊണ്ടാണ് മോഹൻലാൽ സോഷ്യൽ മീഡിയ ലോകത്ത് എത്തിയത്. ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് മോഹൻലാൽ മകളുടെ ചിത്രം പങ്കുവച്ചുകൊണ്ട് പിറന്നാൾ ആശംസകൾ നേർന്നത്. എന്റെ രാജകുമാരിക്ക് ജന്മദിനാശംസകൾ എന്നാണ് താരം കുറിച്ചത്. താരങ്ങൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് മോഹൻലാലിന്റെ പോസ്റ്റിന് മറുപടിയുമായി എത്തുന്നത്. മായ എന്ന് വിളിപ്പേരുള്ള വിസ്മയ്ക്ക് എഴുത്തിനോടും ആയോധന കലയോടും യാത്രയോടുമാണ് ഏറെ പ്രിയം. മോഹൻലാൽ സഹോദരൻ പ്രണവ് അച്ഛന്റെ പാത പിന്തുടർന്ന് സിനിമയിലെത്തിയപ്പോൾ എഴുത്തിന്റെ വഴിയായിരുന്നു വിസ്മയ സഞ്ചരിച്ചത്. ഈ അടുത്ത് അമ്മ സുചിത്രയുടെ ഏറെ നാളായുള്ള ആഗ്രഹം വിസ്മയ സാധിച്ചു കൊടുത്തതും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയ ഒന്നായിരുന്നു. അമ്മ ആവേശത്തോടെ പരിപാടി ആസ്വദിക്കുന്ന വീഡിയോ വിസ്മയ പങ്കുവെക്കുകയും ചെയ്തിരുന്നു.